കാൽമുട്ടിൻ്റെ സർജറിക്ക് വേണ്ടി മോളെ കിംസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന വീഡിയോ ആണിത്. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈസ്റ്റ് ബ്ലോക്കിലാണ് മിഷൻ എടുത്തത്. അവിടെ നിന്ന് സൗത്തിലേക്ക് കൊണ്ടുപോകാം. സൗത്ത് ബ്ലോക്കിലായിരുന്നു ഞങ്ങൾക്ക് റൂം കിട്ടിയത്. സൗത്തിൽ 5th ഫ്ലോറിൽ. ഓപ്പറേഷൻ തിയേറ്റർ തൊട്ട് താഴെയായിരുന്നു 4th ഫ്ലോറിൽ. കയറ്റമൊക്കെ ഇങ്ങനെ കയറുമ്പോഴത്തേന് മെയിൽ സ്റ്റാഫിൻ്റെ സഹായം തേടിയിട്ടാണ് അവരിങ്ങനെ കൊണ്ടുപോകുന്നത്. ആ ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് കയറ്റം ഉണ്ടായിരുന്നു. പിന്നെ അവരങ്ങ് കൊണ്ടുപോയിക്കോളും. മോനുമായും കൂടെ കൊണ്ടുപോയി സഹായത്തിന്. അവൻ്റെ സഹായം കൂടെ വേണമെന്ന് എനിക്ക് തോന്നി. അത് വലിയൊരു ഹെൽപ്പായിരുന്നു അവനെ കൊണ്ട്. അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയേനെ ഞാനൊറ്റയ്ക്ക്. തരുന്നല്ല, അവനാണ് ബാഗെല്ലാം എടുത്തുകൊണ്ട് പോകുന്നത്. ഫിഫ്ത്ത് ഫ്ലോറിലെത്തി ഞങ്ങൾ റൂമിലേക്ക് പോകേണ്ട റൂമിലെത്തി കഴിഞ്ഞു. നല്ല അത്യാവശ്യം വലിയ റൂം തന്നെയായിരുന്നു കേട്ടോ. ക്യാഷ് വേണ്ടി കൊടുക്കണം, ഇത് ഇത്രയേ ഉള്ളൊരു പ്രോബ്ലം. നല്ല റൂമാണ്. നല്ലയിടെ ഞങ്ങൾ ഇങ്ങനെ നോക്കി കാണുമല്ല. അവൻ തന്നെ അവിടുത്തെ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെ അല്ല നിയമങ്ങളല്ല, അവിടുത്തെ റൂം ഫോൺ നമ്പറൊക്കെ ക്യാൻറ്റീനിലായിരുന്നാലും അവിടുത്തെ ആംബുലൻസ് ഇൻഷുറൻസിൻ്റെയൊക്കെ ഫോൺ നമ്പറൊക്കെ എഴുതി വെച്ചിട്ട് അവനത് നോക്കുക. അത് നല്ല ഡ്രസ്സൊക്കെ വയ്ക്കാൻ പറ്റിയ പറ്റിയെന്ന് പറഞ്ഞാൽ നല്ല ഷെൽഫ്, അത്യാവശ്യം സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയ ഷെൽഫ്, നല്ല അത്യാവശ്യം കൊള്ളാവുന്ന റൂം. ഞങ്ങളിതിന് മുമ്പും കിടന്നിട്ടുണ്ട്. പിള്ളേരെയും കൊണ്ട് അവരുടെ ചെറുതിലേക്ക് അവിടെ കിടന്നിട്ടുള്ളതാണ്. ഡെങ്കിയായിട്ടും അങ്ങനെയൊക്കെ പലതവണ കിടന്നിട്ടുണ്ട്. മിക്കവാറും പോയി. പിന്നെ ഇവിടെ അഞ്ചൽ ഹോസ്പിറ്റലിൽ ഈ ഓപ്പറേഷൻ ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഇവിടെ തന്നെ ചെയ്യത്തേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വലിയൊരു ഇത്രയും ദൂരെ പോയിട്ട് തിരിച്ച് വരുന്നതും പാടായിരുന്നു. റൂമിനകത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളായത്. അവിടെ ചെക്കപ്പിന് വരുന്ന അവരുടെ വണ്ടികളോ അതും മാത്രമല്ല അഡ്മിഷനായി കിടക്കുന്നവരുടെയും ഒക്കെ വണ്ടികളായിരിക്കും കിടക്കുന്നത്. 100 കണക്കിന് വണ്ടികളുണ്ട്. ഇത് ഗ്രില്ലുള്ളതുകൊണ്ട് നല്ലതുപോലെ കാണാനും പറ്റുന്നില്ല. പക്ഷെ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ നല്ല കാഴ്ചകളൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനൊക്കെ.